രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഗുരുതര തെളിവുകളുമായി കോടതിയിൽ പോലീസിന്റെ റിപ്പോർട്ട്. ബലാത്സംഗത്തിനും അതോടൊപ്പം നിർബന്ധിത ഗർഭചിത്രത്തിനും തെളിവുണ്ടെന്ന പ്രോസിക്യൂഷന്റെ വാദം. പൊതുജീവിതം നശിപ്പിക്കാൻ രാഷ്ട്രീയ ഗൂഢാലോചനയുടെ ഭാഗമായുള്ള പരാതി എന്നാണ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ അഭിഭാഷകൻ കോടതിയിൽ പറഞ്ഞത്. രാഹുലിന്റെ മുൻകൂർ ജാമ്യാപേക്ഷയിൽ കോടതിയിൽ വാദം തുടരുകയാണ്. തിരുവനന്തപുരത്ത് അനന്തകൃഷ്ണൻ ഏറ്റവും പുതിയ വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നുണ്ട്. അനന്തൻ, അടച്ചിട്ട കോടതി മുറിയിലാണ് വാദം നടക്കുന്നത്. കുറച്ചു നേരമായി വാദം തുടങ്ങിയിട്ട് എന്താണ് ഏറ്റവും പ്രധാനമായി എന്തുകൊണ്ട് തനിക്ക് ജാമ്യം നൽകണം എന്നാണ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ വാദം? ആര്യ, ബലാത്സംഗ കേസിൽ പ്രതിയേർക്കപ്പെട്ട പാലക്കാട് MLA രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ മുൻകൂർ ജാമ്യാപേക്ഷയിൽ വാദം തുടരുകയാണ്. തിരുവനന്തപുരം ജില്ലാ സെഷൻസ് കോടതിയിലാണ് വാദം തുടരുന്നത്. അടച്ചിട്ട മുറിയിലാണ് വാദം. അടച്ചിട്ട മുറിയിൽ വാദം വേണം എന്നുള്ളത് രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ അപേക്ഷയായിരുന്നു. കോടതി ഹർജി പരിഗണിച്ചപ്പോൾ ആദ്യം വാദം കേട്ടത് അടച്ചിട്ട മുറിയിൽ ഈ വാദം കേൾക്കണമോ എന്നുള്ള കാര്യത്തിലാണ്. അതിൽ പ്രോസിക്യൂഷൻ എതിർപ്പ് പ്രകടിപ്പിച്ചില്ല. തുടർന്ന് അടച്ചിട്ട മുറിയിൽ വാദം കേൾക്കാൻ കോടതി തീരുമാനിക്കുകയായിരുന്നു. മറ്റ് കേസുകൾ പരിഗണിച്ച ശേഷം വേഗത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിന്റെ മുൻകൂർ ജാമ്യാപേക്ഷയിലുള്ള വാദം കോടതി കേട്ടു തുടങ്ങി. ആദ്യം കേട്ടത് പ്രതിഭാഗത്തിന്റെ രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ ഹർജിക്കാരന്റെ വാദമാണ്. അതിൽ രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ അഭിഭാഷകൻ പ്രധാനമായും പറഞ്ഞത് തന്റെ കക്ഷിക്കെതിരായുള്ള കേസ് കെട്ടിച്ചമച്ചതാണ്, മാത്രമല്ല രാഷ്ട്രീയ പ്രേരിതമാണ്. ആ കേസിന് പിന്നിൽ CPM BJP ഗൂഢാലോചനയുണ്ട്. മാത്രമല്ല ഈ ബലാത്സംഗം നടന്നതിനോ അതല്ലെങ്കിൽ ഗർഭചിത്രത്തിന് നിർബന്ധിച്ചതിനോ ഒരു തെളിവും പോലീസിന് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. നേരത്തെ തന്നെ ഈ പരാതി ശബ്ദരേഖ മുഖേന വന്നതാണ്. ആ സമയം ക്രൈംബ്രാഞ്ച് വിശദമായി തന്നെ ഈ പരാതിയിൽ അന്വേഷണം നടത്തിയതാണ്. അതിൽ തെളിവുകളില്ലാത്തത് കൊണ്ടാണ് പരാതിക്കാരി രംഗത്ത് വരാതിരുന്നത്. ഇപ്പോൾ ഈ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് പരാതിയുമായി രംഗത്ത് വന്നതിന് പിന്നിൽ രാഷ്ട്രീയം മാത്രമാണ് എന്നാണ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ അഭിഭാഷകൻ മുന്നോട്ട് വെച്ചിരിക്കുന്ന വാദം. അതുകൊണ്ട് തന്നെ ഈ കോടതിയിൽ ഈ ജാമ്യാപേക്ഷ സമർപ്പിച്ചതിന് പിന്നാലെ പല തെളിവുകളും, പ്രത്യേകിച്ച് ചില ഓഡിയോ ക്ലിപ്പുകൾ, ചില വാട്സ്ആപ്പ് ചാറ്റുകളൊക്കെ രാഹുൽ മാങ്കൂട്ടത്തിൽ സമർപ്പിച്ചിരുന്നു. അത് കോടതി കാണുകയും പരിശോധിക്കുകയും ചെയ്തിട്ടുണ്ട്. അതിൽ ഇത് ഒരു മ്യൂച്വൽ ബന്ധമാണ് എന്ന് തെളിയിക്കാനുള്ള ശ്രമമാണോ രാഹുലിന്റെ ഭാഗത്തുനിന്നുള്ളത്? ആര്യ, ഇതിനകത്ത് രാഹുൽ മാങ്കൂട്ടത്തിൽ മുൻകൂർ ജാമ്യാപേക്ഷയിലെ ഹർജിയിലെ പ്രധാന ഭാഗങ്ങൾ നമ്മൾ പുറത്തു വന്നതാണ്. അതിൽ പ്രധാനമായും രാഹുൽ മാങ്കൂട്ടത്തിൽ ഉന്നയിച്ചിരുന്നത് ഈ പരാതി ഉന്നയിച്ചിരിക്കുന്ന യുവതി താനുമായി ബന്ധം സ്ഥാപിക്കുമ്പോൾ, സൗഹൃദം സ്ഥാപിക്കുമ്പോൾ അവർ വിവാഹിതയായിരുന്നു. ആ സമയത്ത് അവരുടെ ഭർത്താവിൻ്റെ പീഡനങ്ങളെക്കുറിച്ച്, തന്നോട് ഉപദ്രവത്തെക്കുറിച്ച് പറയുമായിരുന്നു. അത് പറഞ്ഞാണ് തന്നോട് അടുക്കാൻ ശ്രമിച്ചത്. ഗർഭം സംബന്ധിച്ച് തനിക്ക് അറിവില്ല, ഗർഭിണിയായത് താൻ മൂലമല്ല, അത് ഭർത്താവിൽ നിന്നായിരിക്കണം ഗർഭം ധരിച്ചത് എന്നുള്ളതാണ് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വാദം. അതേ വാദം തന്നെയാണ് പ്രതിഭാഗം കോടതിയിലും ഉന്നയിച്ചിരിക്കുന്നത്. അപ്പോൾ അതിനൊപ്പം തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ 3 ഘട്ടമായി ഡിജിറ്റൽ എവിഡൻസ്, പെൻഡ്രൈവുകൾ അടക്കം കോടതിയിൽ നൽകിയിരുന്നു. അത് സീൽഡ് കവറിലാണ് നൽകിയത്. അത് കോടതി ഇപ്പോൾ പരിശോധിക്കുന്നു. ആ ഡിജിറ്റൽ രേഖകൾ, കോടതിയിൽ സമർപ്പിച്ച ഡിജിറ്റൽ രേഖകൾ, രാഹുൽ തൻ്റെ ഭാഗം സമർത്ഥിക്കാൻ വേണ്ടി സമർപ്പിച്ച ഡിജിറ്റൽ രേഖകൾ കോടതി അത് പരിശോധിച്ചു. അതിനൊപ്പം തന്നെ പ്രോസിക്യൂഷൻ്റെ വാദവും ഇപ്പോൾ തുടങ്ങിയിട്ടുണ്ട്. പ്രോസിക്യൂഷൻ്റെ വാദമാണ് ഇപ്പോൾ നടക്കുന്നത്. പ്രോസിക്യൂഷൻ ശക്തമായി രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ ഈ മുൻകൂർ ജാമ്യത്തെ എതിർക്കുകയാണ്. ഒരു കാരണവശാലും നിയമത്തിന് അനുശാസിച്ച് ജീവിക്കുന്ന ഒരാളല്ല ഒരു ജനപ്രതിയായിട്ട് കൂടി പ്രതി എന്നുള്ളതാണ് പ്രോസിക്യൂഷന്റെ പ്രധാന വാദം. മാത്രമല്ല, പ്രതി ഈ കേസ് വന്നപ്പോൾ തന്നെ, പരാതി വന്നപ്പോൾ തന്നെ, കേസെടുക്കുന്നതിന് മുൻപ് തന്നെ രക്ഷപ്പെടാനാണ് നോക്കിയത്. അത് കുറ്റവാളിയുടെ സ്വഭാവമാണ്. ഒരു സ്ഥിരം കുറ്റവാളിയുടെ പ്രകൃതമാണ് രാഹുൽ മാങ്കൂട്ടത്തിന്. ഇയാൾക്ക് ഇപ്പോൾ ഉന്നയിക്കപ്പെട്ടിരിക്കുന്ന ഈ ആരോപണം, ആ കേസിന് ആധാരമായ ആരോപണം, അത് സമാനമായ ആരോപണങ്ങൾ നിരവധിയുണ്ട്. പലരും നിയമ നടപടിക്ക് മുതിരാത്തത് സോഷ്യൽ മീഡിയയിൽ അടക്കമുള്ള എതിർപ്പുകൾ ഭയന്നാണ്, അല്ലെങ്കിൽ ആക്രമണങ്ങൾ ഭയന്നാണ്. ഐഡന്റിറ്റി പുറത്തുവരും എന്നുള്ള ഈ ഒരു ആരോപണം വന്നതിന് ശേഷം രാഹുൽ പറഞ്ഞൊരു പ്രതികരണമുണ്ട്. ഇന്ത്യ രാജ്യത്തിന്റെ ഒരു നിയമവും താൻ ലംഘിച്ചിട്ടില്ല എന്നുള്ളതാണ്. അത് കഴിഞ്ഞാണ് എത്രത്തോളം ക്രൂരമായ പീഡനം, നിർബന്ധിത ഗർഭചിത്രം, അത് കഴിഞ്ഞപ്പോൾ മറ്റൊരു പരാതി കൂടി പൊതുസമൂഹത്തിന് മുന്നിലുണ്ട്. ഒരു ജനപ്രതിനിധിയാണ് രാഹുൽ. പ്രോസിക്യൂഷൻ സംബന്ധിച്ച് ഇതുവരെ രാഹുലിനെ ഒന്ന് ചോദ്യം ചെയ്യാൻ, ഒന്ന് വിളിപ്പിക്കാൻ, എന്തിനാ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന ഓഡിയോ ക്ലിപ്പുകൾ അത് രാഹുലിൻ്റെതാണ് എന്ന് സ്ഥിരീകരിക്കാൻ ആ ശബ്ദം പോലും എടുക്കാൻ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ അതുകൂടി ആ കേസിനെ, അതായത് ജാമ്യാപേക്ഷയെ എതിർക്കുന്നതിന് ശക്തിപ്പെടുത്തില്ലേ? തീർച്ചയായിട്ടും ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ നിയമത്തിന് വിധേയമാകും എന്നാണ് പ്രതിഭാഗം പറയുന്നത്. കാരണം ഈ പോലീസ് ഇപ്പോൾ ഇട്ടിരിക്കുന്ന FIR-ൽ ഒരു വാദവും നിലനിൽക്കില്ല എന്നുള്ളതാണ് പ്രതിഭാഗത്തിൻ്റെ വാദം. മാത്രമല്ല, ഈ പെൺകുട്ടി നൽകിയിരിക്കുന്ന മൊഴിയിൽ ഒരു യാഥാർത്ഥ്യവുമില്ല. അവർ ബലാത്സംഗം ചെയ്തു എന്ന് പറയുന്ന കാര്യം അത് എങ്ങനെ സംഭവിക്കും എന്നുള്ളതാണ് പ്രതിഭാഗം ചോദിച്ചത്. അതായത് ഫ്ളാറ്റിൽ അതിക്രമിച്ച് കടക്കുന്നത് എങ്ങനെ എന്നുള്ളൊരു
പ്രധാനപ്പെട്ട ചോദ്യം പ്രതിഭാഗം ഈ വാദത്തിനിടയിൽ ചോദിക്കുന്നുണ്ട്. ഒരു യുവതിയുടെ ഫ്ളാറ്റിൽ ഒരു സൗഹൃദ സന്ദർശനമാണ് നടത്തിയത്, അതല്ലാതെ അതിക്രമിച്ച് കടന്നിട്ടില്ല, അവിടെ സെക്യൂരിറ്റി ഉള്ളതാണ്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ, വളരെ മൈന്യൂട്ടായിട്ടുള്ള കാര്യങ്ങൾ ഉന്നയിച്ചാണ് ഈ പ്രതിഭാഗം ആർഗ്യുമെന്റ് വെക്കുന്നത്. അതിനെ പക്ഷേ പ്രോസിക്യൂഷൻ എതിർക്കുകയാണ്. കാരണം എല്ലാ സ്ഥലത്തിലും അധികാരത്തിൻ്റെ എല്ലാ സാധ്യതകളും ഉപയോഗിച്ചുകൊണ്ടാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ പെൺകുട്ടിയെ തന്നിലേക്ക് ആകർഷിക്കാൻ ശ്രമിച്ചത്. മാത്രമല്ല, വിവാഹ വാഗ്ദാനം അയാൾ നൽകിയിരുന്നു എന്നതിന് നിരവധി തെളിവുകൾ പ്രോസിക്യൂഷൻ, അതിനുള്ള തെളിവുകളുണ്ട് എന്ന് പ്രോസിക്യൂഷൻ പറയുന്നു. അതിലേറ്റവും ഗൗരവമായ കാര്യം, ഈ മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കുന്നതിന് മുൻപ് തന്നെ പ്രോസിക്യൂഷൻ കോടതിയിൽ ഇതുവരെ അന്വേഷണം നടത്തിയ പോലീസിന്റെ റിപ്പോർട്ട് സമർപ്പിച്ചു. SIT ഇതുവരെ നടത്തിയ അന്വേഷണത്തിന്റെ വിശദാംശങ്ങൾ ഉൾക്കൊള്ളുന്ന പോലീസ് റിപ്പോർട്ട് സമർപ്പിച്ചു. അതിൽ പറയുന്നത് ഗുരുതരമായ തെളിവുകൾ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ കണ്ടെത്തിയിട്ടുണ്ട്, ഗൗരവമായ തെളിവുകൾ കണ്ടെത്തിയിട്ടുണ്ട്, ഗുരുതരമായ കുറ്റകൃത്യം രാഹുൽ മാങ്കൂട്ടത്തിൽ നടത്തിയിട്ടുണ്ട്, ബലാത്സംഗത്തിന് തെളിവുണ്ട്. അത് തൃക്കണ്ണാപുരത്തെ പെൺകുട്ടിയുടെ ഫ്ളാറ്റിൽ നടത്തിയ പരിശോധനയിലും പാലക്കാട് രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഫ്ളാറ്റിൽ നടത്തിയ പരിശോധനയിലും സാക്ഷിമൊഴികളിലും അത് വ്യക്തമാണ് എന്നാണ് ഈ പോലീസ് റിപ്പോർട്ടിൽ പറയുന്നത്. വളരെ നിർണായകമായ വാദം ഇപ്പോൾ തിരുവനന്തപുരത്തെ പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. രാഹുൽ മാങ്കൂട്ടത്തിന് പാലക്കാട് MLAക്ക് മുൻകൂർ ജാമ്യം ലഭിക്കുമോ ഇല്ലയോ എന്നുള്ളതാണ് ഏറ്റവും നിർണായകമായ കാര്യമാണ്. അതിക്രൂരമായ ആരോപണങ്ങൾ, പരാതികൾ, തെളിവുകൾ സഹിതം നമ്മുടെ മുന്നിലുള്ള കേസാണ്. അപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു രാഷ്ട്രീയ ഗൂഢാലോചനയാണ് ഇതെന്ന് തെളിയിക്കാനാണ് ഇപ്പോൾ കോടതിയിൽ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ജാമ്യം, അതുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ വിവരങ്ങൾ വരുന്നതിനനുസരിച്ച് നമുക്ക് അനന്തകൃഷ്ണനിലേക്കും തിരിച്ചു വരാം.